അതീവ ഗൌരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ആ വിഷയം ഉയർന്ന് വന്നതിന് ശേഷം ആ പെൺകുട്ടിക്ക് നേരെ വ്യാപകമായ സൈബർ ആക്രമണം കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള സൈബർ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പെൺകുട്ടി തന്നെ പറഞ്ഞത്, എനിക്കുണ്ടായിട്ടുള്ള ഈ ദുരനുഭവം ഞാൻ ആദ്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും എന്റെ MLAയുമായിട്ടുള്ള ഞാൻ പിതൃതുല്യനായി കാണുന്ന VD സതീശന്റെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാണ്. VD സതീശനോട് പരാതിപ്പെട്ടു എന്നാണ്. പക്ഷേ VD സതീശൻ ഇയാൾക്ക് പിന്നീട് കൂടുതൽ അധികാരങ്ങളും പദവികളും കൊടുത്ത് ആദരിക്കുകയാണ് ഉണ്ടായത് എന്നുമാണ് പിന്നീട് ആ പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സതീശനെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു പെൺകുട്ടിയുടെ പരാതി സംബന്ധിച്ച് ഗൌരവത്തിലെടുക്കാതെ ആ പരാതി മുക്കുകയും വേട്ടക്കാരനു കൂടെ നിൽക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ ഗൌരവമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സതീശനോട് പറഞ്ഞിട്ടുണ്ട് എന്ന പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ സംബന്ധിച്ച് സതീശൻ ഒന്നുകിൽ പോലീസിന് ആ വിവരങ്ങൾ കൈമാറണം, ഈ വേട്ടക്കാരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാവശ്യമായ സമീപനം സ്വീകരിക്കണം, അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അദ്ദേഹം നടത്തുകയും വേണം എന്നാണ് DYFI ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഈ റിനിയുടെ ആരോപണത്തിന് തുടർച്ചയിൽ വീണ്ടും ചില പെൺകുട്ടികൾ ഇത്തരം ആരോപണവുമായി വന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നും DYFI ആവശ്യപ്പെടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് മാറിയിരിക്കുന്നുണ്ട് പ്രശ്നം. അതാ പറഞ്ഞത്, VD സതീശൻ ചെയ്തൊരു ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുനിൽക്കുകയാണ്. അപ്പോൾ ഒരു ക്രിമിനൽ കുറ്റം അറിഞ്ഞിട്ട് VD സതീശനെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ അത് മറച്ചുവെച്ചു എന്ന് മാത്രമല്ല, ആ ക്രിമിനലിന്, ആ വേട്ടക്കാരന് കൂടുതൽ പ്രമോഷൻ, കൂടുതൽ അംഗീകാരങ്ങൾ കൊടുത്ത് പല സ്ഥാനങ്ങളിലും ഇരുത്തി എന്നും ആ പെൺകുട്ടി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഏറ്റവും ആദ്യം പ്രതികരണം നടത്തേണ്ടത്, നിങ്ങൾ പ്രതികരണം ചോദിക്കേണ്ടത് VD സതീശനോടാണ്. അദ്ദേഹത്തിന് മാത്രമേ അറിയൂ എന്തൊക്കെയാണ് ആ പെൺകുട്ടി പറഞ്ഞത്, ആ പെൺകുട്ടി നേരിട്ട പീഡനങ്ങൾ എന്തൊക്കെയാണ് എന്ന് സതീശന് മാത്രമേ അറിയാൻ വേണ്ടി കഴിയൂ. അപ്പൊ പിതൃതുല്യനായി കാണുന്നു എന്ന് പറയുന്നു ആ പെൺകുട്ടി. അപ്പൊ സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ആരോപണം, പെൺകുട്ടിയുടെ പരാതി പോലീസിന് കൈമാറാതെ അത് മുക്കി എന്നിട്ട് ആ വേട്ടക്കാരനെ സംരക്ഷിച്ചു എന്ന ഗൌരവമായ പ്രശ്നമാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളത്. അത് ആ നിലയിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നേരത്തെയും കുറെ വിഷയങ്ങൾ ഉയർന്നു വന്നല്ലോ. പക്ഷേ ഈ കോൺഗ്രസിന്റെ ഒരു സംസ്കാരം അനുസരിച്ച് അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കോൺഗ്രസ് ഇത്തരക്കാരെയെല്ലാം സംരക്ഷിച്ച അനുഭവമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അപ്പം അതുകൊണ്ടാണ് ഇത്തരം പെൺകുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ നടത്തുമ്പോൾ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ കൂട്ടങ്ങൾ സംഘടിതമായിട്ടല്ല ഈ പെൺകുട്ടിക്ക് നേരായിട്ട് സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ പറഞ്ഞു ഇത് തെറ്റാണെന്ന് പറഞ്ഞു? പറയുന്നില്ല. എന്നാൽ പിന്നെ പറയുന്നത് ആരാണെന്ന് നോക്കട്ടെ എന്ന ഭാവത്തിലാണ് ഈ വേട്ടക്കാരൻ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് കോൺഗ്രസിനകത്ത് നിന്ന് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിക്ക് അനുകൂലമായി ഉയരേണ്ട ശബ്ദം ഉയരുന്നില്ല. ഒരു വലിയ സ്ത്രീ സംരക്ഷകരൊക്കെ ആയിട്ട് പലപ്പോഴും രംഗപ്രവേശം ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ഉയരുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ സൈബർ കൂട്ടങ്ങൾ ഈ പെൺകുട്ടി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ വന്നിട്ട് എത്ര രൂക്ഷമായ നിലയിൽ, എത്ര മോശമായ നിലയിലാണ് സൈബർ ഇടത്തിൽ ചിത്രീകരിക്കുന്നത്. അപ്പൊ അത് പാടില്ല എന്ന് പറയാൻ അവർ തയ്യാറാവുന്നില്ലല്ലോ. അപ്പൊ കോൺഗ്രസിന്റെ സംരക്ഷണം ഇവർക്കുണ്ട്. കോൺഗ്രസിന്റെ തണലിലാണ്, കോൺഗ്രസിന്റെ സമന്വിതരായ നേതൃത്വത്തിന്റെ തണലിലാണ് ഈ തെമ്മാടിത്തമെല്ലാം കാട്ടിക്കൂട്ടുന്നത്. ആ ധൈര്യമാണ് ഇവരെയെല്ലാം നയിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നയാളാണെന്ന് നമ്മൾ ഊഹിക്കുന്നു. അപ്പോൾ ഒരു പേര് പറഞ്ഞ് ഒരു കൃത്യമായൊരു നിയമനടപടിയിലേക്ക് പെൺകുട്ടി നീങ്ങേണ്ടതല്ലേ? അതല്ലാതെ അങ്ങനെ അല്ലെങ്കിൽ ഇതൊരു വെറും രാഷ്ട്രീയ ആരോപണമായി ഇത് അവസാനിക്കാനുള്ള സാധ്യതയല്ലേ ഉണ്ടാവുക? അല്ല, ഈ പുറത്തുവരുന്ന വാർത്തകൾ വെച്ച് ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല എന്ന് മാധ്യമപ്രവർത്തകരായിട്ട് നിങ്ങൾക്ക് അറിയാലോ. ആ പെൺകുട്ടി ഒരു മാധ്യമപ്രവർത്തകയാണ്. നേരത്തെ ഒരു മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ, നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന നിങ്ങൾക്ക്
എന്തെങ്കിലും ഞാനിത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ആരാണ് ഇതിന് പിന്നിലുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ധൈര്യത്തോടുകൂടി പേര് പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള പ്രചോദനം, അതിനാവശ്യമായിട്ടുള്ള നിന്നുള്ള സംരക്ഷണം ഞങ്ങൾ കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ, സൈബറിടത്തിൽ 4 തെറി വിളിച്ചാൽ പിന്തിരിഞ്ഞ് പോവേണ്ട കാര്യമില്ല. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. ആ ഘട്ടത്തിൽ എന്ത് വേണം, കൂടുതൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കാം. അല്ല, ഇപ്പോ ആ പെൺകുട്ടി പേരൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും അതെ, വരട്ടെ ഞാൻ പറയട്ടെ. സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പേര് പറയാതാണ് ഒരു പെൺകുട്ടി വെളിപ്പെടുത്തൽ നടത്തിയത്. അപ്പൊ അതിനുശേഷം ഫേസ്ബുക്കിൽ ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും ഇതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് എല്ലാവിധ പിന്തുണയും ഡിവൈഎഫ്ഐ നൽകും. അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഞങ്ങൾ ആ ഘട്ടത്തിൽ സ്വീകരിക്കും.